നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 മാസം മുൻപ് പ്രണയിച്ച് വിവാഹിതയായ സ്കൂൾ അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാംഗ്ലൂരിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ശ്വേത എന്ന 25 വയസ്സുകാരിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്തൃ സഹോദരിയുമാണെന്ന് ആരോപിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാനാവാതെയാണ് ശ്വേത ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. ശ്വേതയുടേത് പ്രണയവിവാഹമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതേസമയം വിവാഹശേഷം ഭർത്താവിൽ നിന്നും ഇയാളുടെ മൂത്ത സഹോദരിയിൽ നിന്നും നിരന്തരം ഉപദ്രവം നേരിടേണ്ടി വന്നതായും ശ്വേതയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാതെ വിടരുത് അമ്മ. ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല, ദയവ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തരുത് എന്നാണ് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ അടൂർ കോട്ടുമുക്കിലെ വീടിനുള്ളിൽ നിന്ന് ഉയർന്ന വലിയ ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടുമ്പോൾ കണ്ടതും ഇത്തരത്തിലുള്ള ഭയാനകമായ കാഴ്ചയാണ്. ഭയന്നുപോയ നാട്ടുകാർ ഉടനെ തന്നെ അടൂർ നഗരസഭാ കൗൺസിലർ നഷ്മൽ കാവിളയെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ നഷ്മൽ അടച്ചിട്ട വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാവിനോട് കതക് തുറക്കാൻ കർശനമായി ആവശ്യപ്പെട്ടു. തുടർന്ന് യുവാവ് അകത്തുനിന്ന് കതക് തുറന്നതോടുകൂടിയാണ് ഉള്ളിൽ കണ്ട കാഴ്ച കണ്ടുനിന്നവർ ആകെ ഞെട്ടിത്തരിച്ചത്. ഹാളിലെ സ്റ്റെയർ കേസിന്റെ പടിയിൽ ഷാളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു യുവതി. എന്നാൽ അതിലും ഭീതിജനകമായ കാര്യം, തൂങ്ങി നിൽക്കുന്ന ഷഹനയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നതായിരുന്നു. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ അടൂർ കോട്ടുമുഗൽ ഷിനാസ് മൻസിലിൽ ഷെഹന എന്ന 31 വയസ്സുകാരിയാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ ദാരുണമായി കൊല്ലപ്പെട്ട നിലയിലോ ആത്മഹത്യ ചെയ്ത നിലയിലോ കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ഷെഹനയുടെ വീട്ടിൽ സംഭവം നടക്കുമ്പോൾ ഏഴംകുളം സ്വദേശിയായ ആൺ സുഹൃത്തും ഉണ്ടായിരുന്നു. വാതിൽ തുറന്ന യുവാവിന്റെ ശരീരത്തിലും രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. ദുരൂഹത ഇരട്ടിയായി. നഗരസഭാ കൗൺസിലർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മിനിറ്റുകൾക്കകം അടൂർ പോലീസ് സ്ഥലത്തെത്തി ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് അടൂരിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. വീട്ടിൽ നിന്ന് വലിയ തോതിലുള്ള വഴക്കും നിലവിളികളും കേട്ടതോടുകൂടിയാണ് അയൽക്കാർ കൗൺസിലറെ വിവരം അറിയിച്ചത്. കൗൺസിലറുടെ സമയോചിതമായ ഇടപെടലിനുണ്ടായെങ്കിലും സംഭവ സ്ഥലത്ത് നിന്ന് യുവാവ് രക്ഷപ്പെടാൻ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം കണ്ടെത്തിയ ഹാള്, സ്റ്റെയർ കേസ് പരിസരം, വീടിന്റെ മുൻവശം എന്നിവിടങ്ങളിലെല്ലാം രക്തത്തിന്റെ പാടുകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. സാധാരണ ആത്മഹത്യ കേസുകളിൽ കാണാത്ത തരത്തിൽ രക്തസ്രവം ഉണ്ടായത് വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. തൂങ്ങി മരണമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും മരണത്തിന് മുൻപ് കടുത്ത ശാരീരിക ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഷെഹനയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തൂക്കിക്കെട്ടിയതാണോ അതോ മർദ്ദനത്തിന് ഇരയായ ശേഷം യുവതി സ്വയം ജീവനൊടുക്കിയതാണോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള ഏഴുകുളം സ്വദേശിയായ യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ മുൻപും സാമ്പത്തിക വ്യക്തിഗത തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് സൂചന. സംഭവസ്ഥലം പോലീസ് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാൾ വിദഗ്ധരും ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെത്തി വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തും. വീടിനുള്ളിലെ രക്തപ്പാടുകളുടെ ഉറവിടം വ്യക്തമാക്കുന്നതോടുകൂടി അന്വേഷണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരീരത്തിലെ മുറിവുകളുടെ ആഴവും മരണകാരണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവന്ന ശേഷമേ കൃത്യമായി പറയാനാകുകയുള്ളൂ. വധശ്രമത്തിനിടെ കൊലപാതകമാണോ എന്ന് തെളിയിക്കാൻ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ അത്യന്തം നിർണായകമാണ്.